എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കൊച്ചു വെജിറ്റേറിയൻ വീഡിയോ ആണ്. നമ്മുടെ ഇതുണ്ടല്ലോ കൂസ, എല്ലാ നാട്ടിലും കിട്ടുന്ന സാധനമാണ്. ഇത് വെച്ച് നമുക്കൊരു ചെറിയ തോരനുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്നത് ഞാൻ 2 കൂസ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാളയുണ്ട്, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അതിന് ഒരു 2 കഷ്ണം വെളുത്തുള്ളി, 2-3 പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരിത്തിരി മല്ലിപ്പൊടി, കുരുമുളക്, പിന്നെ തേങ്ങ, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇത്രയും ചേർത്ത് നമുക്കൊരു അടിപൊളി തോരൻ ഉണ്ടാക്കാം കൂസ വെച്ചിട്ട്. അപ്പം കൂസ എല്ലാം ഞാൻ കഴുകി തൊലിയെല്ലാം കളഞ്ഞ് ചെത്തി അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു സവാളയും കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. ഞാൻ തേങ്ങായും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ശകലം മല്ലിപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, വെളുത്തുള്ളി, പച്ചമുളക് അത് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർ വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലാത്തവർ സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി. ഇതിനകത്തേക്ക് നമുക്ക് ഒരു ശകലം കടുക്, 2 വറ്റൽമുളക് രണ്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ്, അപ്പോൾ പെട്ടെന്ന് ചൂടാകും. എന്നിട്ട് നമ്മൾ ഈ കറിവേപ്പില, ഉള്ളി, കൂസ ഇതിലാണ് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിന് ഭയങ്കര ഗുണമാണ്. നമ്മൾ ചോറിനകത്തൊക്കെ ഒരുപാട് കഴിക്കും ഈ സാധനം. ഇതിന് ഭയങ്കര ഗുണമാണ്. നമുക്കിവിടെ ആർക്കും വലുതായിട്ട് ഇഷ്ടപ്പെടത്തില്ല. ഇത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് പോലും വേണ്ട ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാടിക്കുക. ഇപ്പോൾ ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വാടുകയും ചെയ്യാവും. അതിനകത്തേക്ക് തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്. ഇത്രയും നമ്മൾ ചേർക്കുമ്പോഴുണ്ടല്ലോ, വേണമെങ്കിൽ ഒരു ശകലം ഗരം മസാല, ഇത് എന്താ പെരിഞ്ചീരകം കൂടെ നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ കക്കാറച്ചിയൊക്കെ തോരൻ വെക്കുന്ന ഒരു ഫ്ലേവർ വരും. വെള്ളം ഒരുപാട് വേണ്ട. മിക്സി കഴുകി 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റ് മതി, കൂടുതൽ വെന്ത് പോകരുത്. വെന്താ ഇതിൻ്റെ രുചി പോകും. 1 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കണ്ട തുറന്ന് നോക്കി. കണ്ടല്ലോ, നമ്മൾ 1 ടേബിൾ സ്പൂൺ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇതിന് ഈ അകത്തോട്ടൊക്കെ എരിയും പുളിയൊക്കെ പിടിക്കാൻ താമസം പിടിക്കത്തില്ല വലുതായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ചേർക്കുക. സാധനം റെഡിയായിട്ടുണ്ട്. നമുക്ക് ഉപ്പും ഒക്കെ നോക്കാം. ഉപ്പും എരിയെല്ലാം ഉണ്ട്. പെരിഞ്ചീരകത്തിൻ്റെ ഇഷ്ടമുള്ളവർക്ക്, രുചി ഇഷ്ടമുള്ളവർക്ക് ആ പെരിഞ്ചീരകം കൂടെ ചേർക്കാം. ഇങ്ങനെ ഈ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ഇതുപോലൊന്ന് തോരൻ വെച്ച് നോക്ക്. അല്ലാതെയും വെറുതെ നമുക്ക് മഞ്ഞളും വെളുത്തുള്ളിയും തന്നെ ഇട്ടും വയ്ക്കാം. പക്ഷേ ഈ കുരുമുളകും ഒക്കെ അരച്ച് മല്ലിപ്പൊടിയൊക്കെ ചതച്ചിട്ട് ഒന്ന് തോരൻ വെച്ച് നോക്ക്. ഭയങ്കര ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ റോളായിട്ട് ചുറ്റി തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കൂസ തോരനാണ്. നമ്മുടെ തോരൻ ഗ്യാസിൽ നിന്ന് മാറ്റി ഇനി താഴെ വെച്ചു. ഈ പാത്രത്തിൽ തന്നെ ഇരുന്നോട്ടെ. നല്ല ചൂടുള്ള പാത്രമാണ്, ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഈ തോരനൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് 5 മിനിറ്റ് പോലും വേണ്ട ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. രാവിലെ കുഞ്ഞുങ്ങൾ ചോറൊക്കെ കൊണ്ടുപോകുമ്പോഴേ സൈഡ് വെച്ച് കൊടുത്തുവിടാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.